ഹായ് ഫ്രണ്ട്സ്, മൈ ഡെയിലി ബൈറ്റ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാസ്റ്റിങ്ങിന് വന്നതാണ്. പക്ഷേ ഞങ്ങൾ 3 പേര് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വരുന്ന വീഡിയോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇങ്ങോട്ടേക്ക് കോറക്ക് വരുന്ന വീഡിയോ ഒന്നും നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ഇത് മൊത്തം 6ാമത്തെ കോറയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് 6ാമത്തെ കോറയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കാസ്റ്റിങ്ങിന് വന്നു നോക്കി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇവിടുത്തെ കോറേൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊന്നും മീനൊന്നും ഇല്ല, ആക്ടിവിറ്റി കാണിക്കുന്നില്ല. എന്നാലും ചുമ്മാ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് 2ാമത്തെ സ്പോട്ടിലേക്ക് വന്ന കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മണ്ണാങ്കട്ടയും കൊത്തുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ 2ാമത്തെ സ്പോട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ഇട്ട് നോക്കി. ഇവിടെയാണെങ്കിൽ വെള്ളം നല്ല മോശം. പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാനല്ലാണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ മീനൊന്നും കൊത്തുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് മാറി ഇവിടെ വന്ന് ഇത് 6ാമത്തെ നിന്ന് 7ാമത്തെ നമ്മളെ 7ാമത്തെ കോറ ചെയ്ത്, മറ്റേത് 6ാമത്തെ. അപ്പോൾ 7ാമത്തെ സ്ഥലത്ത് വന്നപ്പോൾ ഇവിടത്തെയും വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. വെള്ളം നല്ല മോശമായിട്ട്. പിന്നെ അവിടെ അവർ പറഞ്ഞു മീനൊന്നുമില്ല, ഫുള്ള് ഒഴിവാക്കി. അതുകൊണ്ട് അപ്പോൾ ഇത് നമ്മുടെ 7ാമത്തെ കോറ കേട്ടോ. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, കിട്ടിയ മീനാണ് കേട്ടോ ഇത്. നമുക്ക് മൊത്തത്തിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഈ മീനിനെ അടിച്ചിട്ട് പിന്നെ അടിച്ചത് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ പറ്റിപ്പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു ഇങ്ങോട്ടേക്ക്. പെട്ടെന്ന് അങ്ങനെയല്ല, നമ്മുടെ ഈ ഫോണ് എന്തായാലും ഒറ്റക്കല്ല അവരുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ചൂണ്ടിടുന്ന തിരക്കല്ല ആയതുകൊണ്ട് ഫോണ് പിടിച്ചു തരാൻ ആരും ഉണ്ടായില്ല, ക്യാമറ പിടിക്കാൻ. അപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്ക് എറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പം നമുക്കൊരു ഒറ്റൊന്നേ കിട്ടിയിട്ടുള്ളൂ ഇത്രയും സമയം ഇരുന്നേൽ. ഇപ്പോൾ സമയം അത്യാവശ്യം ആയപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് കയറിയത്. ഒരു വൈകുന്നേരം ടൈമാണ് പോയത്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു കോറയിൽ ചോദിച്ചിട്ടിടാൻ പോയതാണ്. അപ്പോൾ അവർ വിളവെടുപ്പെല്ലാം കഴിഞ്ഞാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ബാക്കി വരുന്ന മീനുകൾ പിന്നെ അവർ പിടിച്ചോളാൻ പറഞ്ഞാണ് നമ്മളെ നാട്ടുകാരോട്. അപ്പം അങ്ങനെ പോയപ്പം കിട്ടിയൊരു മീനായത്. അപ്പം നമുക്ക് കിട്ടിയൊരു മുഷി ഇത് പറയാനാണെങ്കിൽ ഒരു 500 ഗ്രാമോ വരുള്ളൂ. 1/2 കിലോ കാണൂല, ഒരു 300 ഗ്രാം കൂട്ടാം. കുഴപ്പമില്ല. നമ്മളിവിടെ ഈ സാധനത്തിനെ വറുത്തടിക്കും കേട്ടോ. പിന്നെ കുറേ സ്ഥലങ്ങളിൽ ഈ സാധനത്തിനെ കഴിക്കൂല, ഈ മുഷീനെ. ഇതിപ്പോൾ നമ്മളിത് വളർത്തു മുഷിയാണ്. ഇവിടെ നല്ല റെഡൊക്കെ കയറി വരുന്നതാണ്. അപ്പം അങ്ങനെ നമുക്ക് ഇതാണിപ്പം കിട്ടിയത്. നമുക്ക് ഇതിനെ കിട്ടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ പിടിച്ച് കയറ്റുന്നതോ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റാണ്ടായി പോയി. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇനിയിപ്പം ബാക്കി കട്ട് ചെയ്യണം, പിന്നെ വറക്കാനിത് പിന്നെയും ടേസ്റ്റ് കേട്ടോ. ഇതിനിപ്പം ഞങ്ങൾ വറുത്തടിക്കും. ഇപ്പോൾ അതോ പറ്റത്തുള്ളൂ. ഇത് കറി വെക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് വറക്കുന്നതാണ്. ഇപ്പോൾ അടുത്ത പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും മീനെ പിടിക്കുന്നത് എന്തായാലും കാണിച്ചുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ശ്രമിക്കും. പിന്നെ പറയാൻ മഴയെല്ലാം കാരണം പിന്നെ ഫോണ് സാധാരണ കുറച്ച് പോയ ഫോണാണ്, പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെയും നന്നാക്കലും പാടൊക്കെയാണ്, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മഴ വരുമ്പോഴൊക്കെ ഫോണൊക്കെ എടുത്ത് മാറ്റി. അതുകൊണ്ട് ആ ഒരു സമയത്താണ് അത്യാവശ്യം നല്ലൊരു മഴ ഒരു സമയത്താണ് ഇത് അടിച്ച് കയറിയത്. പിന്നെ വെള്ളമെല്ലാം നല്ല മോശമായിരുന്നു. പിന്നെ മീനൊന്നും വലിയ പിടിക്കുന്നില്ല. പിന്നെ പിടിച്ചെല്ലാം കഴിഞ്ഞാൽ ബാക്കി വന്ന മീനുകളൊക്കെ പിന്നെ അതുകൊണ്ട് കുറേ സമയം ഇരിക്കേണ്ട വരുന്നത്. ചില ദിവസം കിട്ടൂല, ചില ദിവസം കിട്ടും. പിന്നെ ഞാൻ 2 വീഡിയോ ഇട്ടായിരുന്നു. 2 വീഡിയോക്കകത്ത് എനിക്ക് മീനൊന്നും കിട്ടിയില്ല. പോയതൊക്കെ വെറുതെ ആയിപ്പോയി, ചുമ്മാ സ്ഥലങ്ങളൊക്കെ കണ്ടു വന്ന പോലെ ആയിപ്പോയി. അപ്പം അവസാനം കിട്ടിയൊരു മീനാണിത്. ഇത് നമ്മൾ അടുത്ത് തന്നെ ഉള്ളൊരു കുറേ പോയപ്പം കിട്ടിയത്. ഈ പറഞ്ഞ പോലെ ഒരു 2-3 മണിക്കൂർ മേലെ ഒരേ ഇരിപ്പിരുന്നു ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ സാധനത്തിന് തീറ്റയായിട്ടിട്ടത് നമ്മളെ സാധാരണ കോഴിക്കോടലാട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ തീറ്റയൊന്നും കാണിക്കേണ്ടത്. സാധാരണ മുഷീനൊക്കെ പിടിക്കാൻ കോഴിക്കോടൽ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പം ഇതിനെ പിടിക്കാൻ കോഴിക്കോടലാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഒന്ന് ചുമ്മാ പോയി നോക്കിയതാണ്. അപ്പോൾ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ കിട്ടി. അപ്പം എൻ്റെ 2 വീഡിയോക്കകത്ത് മൊത്തം മുഷീനൊന്നും കിട്ടി, അങ്ങനെയല്ല മീനൊന്നും കിട്ടാത്തതായിരുന്നു. പിന്നെ അടുത്തൊരു വീഡിയോ എന്തായാലും മീനെ പിടിച്ചുകൊണ്ടേ വരുള്ളൂ എന്ന് പറഞ്ഞതൊക്കെ ചെയ്തതാണ്.
അപ്പോൾ പിന്നെ ഇത് പിടിക്കുന്നൊരു വീഡിയോ ഇടാൻ പറ്റിയില്ലെന്നുള്ളൂ. പക്ഷേ എങ്കിൽ ബാക്കി മീനെ കിട്ടി. ഇപ്പം സക്സസ് ആണ്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോക്ക് കുറവുകളുണ്ടെങ്കിൽ പറയുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നവരെ ബായ്.